ഹായ് ഡിയർ സ്റ്റുഡൻറ്റ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് സബ്ജക്റ്റ് മാത്സ് ആണ്. കേരള സിലബസിന്റെ ചാപ്റ്റർ 1 പെയർ ഓഫ് ഇക്വേഷൻസ്. ഓക്കെ, പെയർ ഓഫ് ഇക്വേഷൻസ്. ഓക്കെ, പെയർ ഓഫ് ഇക്വേഷൻസ് എന്താ? സമവാക്യ ജോഡികൾ. ഈക്വൽ ആയിട്ടുള്ള രണ്ട് ജോഡികൾ അതിനെ സോൾവ് ചെയ്യുന്നതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയേ, ഞാൻ റീഡ് ചെയ്യാം. ഒരു ചെപ്പിൽ കറുപ്പും വെളുപ്പുമായി 100 മുത്തുകളുണ്ട്. വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ്. കറുപ്പ് എത്ര? There are 100 beads black and white in a box. 10 more black than white. How many black? എങ്ങനെ സോൾവ് ചെയ്യാ ഇത്? How to solve? ബ്ലാക്കും വൈറ്റും കൂടി 100 മുത്തുകൾ ഉണ്ടെന്നാ പറഞ്ഞല്ലേ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് അതേപോലെ സൊല്യൂഷൻ എഴുതാം. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ബ്ലാക്സ് നമുക്കറിയാം. നമ്പർ ഓഫ് ബ്ലാക്സിനെ എന്താ എടുക്കുക? എക്സ് എന്ന വേരിയബിൾ ആയി എടുക്കുക. ഓക്കെ, നമ്പർ ഓഫ് ബ്ലാക്സ് എക്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, നമ്പർ ഓഫ് വൈറ്റ് എന്താ പറഞ്ഞേ? നമ്പർ ഓഫ് വൈറ്റ് ഈക്വൽ ടു എന്താ പറഞ്ഞേ? എക്സ് മൈനസ് 10 ആണല്ലോ. എക്സ് മൈനസ് 10, അതായത് വൈ എന്നത് എന്താണ്? നമ്പർ ഓഫ് വൈറ്റ് മീൻസ് വൈ ആണ്. വൈ എന്താണ്? എക്സ് മൈനസ് 10. എക്സിനോട് 10 കുറച്ചാലാണ് വൈറ്റ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈറ്റ് ഉള്ളത്, അത് 10 കൂടുതലാണ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി ടോട്ടൽ എന്താ തന്നിട്ടുള്ളത്? ടോട്ടൽ എന്താ? ടോട്ടൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഈക്വൽ ടു 100 തന്നിട്ടുണ്ട്. ടോട്ടൽ 100 തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം. എങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്യാം? Now equation formed. Equation x plus x minus 10 equal to 100. x plus x എന്നത് നമ്പർ ഓഫ് ബ്ലാക്സ് അല്ലേ. പിന്നെ x minus 10 എന്ന് പറഞ്ഞാൽ y ആണ് തന്നിട്ടുള്ളത്. ബ്ലാക്കിന്ന് 10 കുറച്ചതാണ് y എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബ്ലാക്ക് വൈറ്റിനേക്കാളും 10 കൂടുതലാണ്. അപ്പോൾ x minus 10 ഈക്വൽ ടു 100. രണ്ടും കൂടി ടോട്ടൽ 100 തന്നിട്ടുണ്ട്. ഇനി ഇതിനെ സോൾവ് ചെയ്യാലോ നമുക്ക്. എങ്ങനെ സോൾവ് ചെയ്യാം? x പ്ലസ് എക്സ് രണ്ടും ഒരേ വേരിയബിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? x പ്ലസ് എക്സ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 2x 1x പ്ലസ് എക്സ് 2x. ഓക്കെ, മൈനസ് 10 ഈക്വൽ ടു 100. ക്ലിയർ? ഇനി 2x മൈനസ് 10 ഈസ് ഈക്വൽ ടു 100. ഇനി വേരിയബിളിനെ, അതായത് ഈ 2x എന്നതിനെ 2x ഇല്ലേ, ഈ 2x എന്നതിനെ എന്ത് ചെയ്യാം? LHS വെക്കുക. LHS എന്ന് പറഞ്ഞാൽ നമ്മളെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഏതാ? ഇടത് ഭാഗത്ത്. നമ്മളെ കൈയുടെ ഇടത് ഭാഗം എന്ന് പറഞ്ഞാൽ ഈ സൈഡ് അല്ലേ. അപ്പൊ എന്താ? ആ ഇടത് ഭാഗത്ത് 2x വെക്കുക. 2x ഇവിടെ തന്നെ വെക്കാം. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്, നമ്മളെ വലത് ഭാഗത്ത് ഏതാ ഉള്ളത്? ഈക്വലിന് ഇപ്പുറം വലത് ഭാഗത്ത് ഏതാ ഉള്ളത്? 100 അതേപോലെ എഴുതാം. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ, ഈക്വലിന്റെ ലെഫ്റ്റ് സൈഡിൽ
എന്ത് വേറൊരു സംഖ്യ ബാക്കിയില്ലേ? ഏതാ ഉള്ളേ? -10 ഉണ്ട്. ആ -10 എന്ത് ചെയ്യാം? ഈക്വലിന് ഇപ്പുറമായിട്ട് നമുക്ക് കോൾ ചെയ്യാം. ഈക്വലിന് വലതു ഭാഗത്തേക്ക് കൊണ്ടുവരാം. എങ്ങനെ വലതു ഭാഗത്തേക്ക് കൊണ്ടുവരാൻ പറ്റുക? -10 എന്ത് ആയിട്ട് മാറും? നമ്മൾ കോൾ ചെയ്യുമ്പോൾ, അതായത് വലതു ഭാഗത്തേക്ക് നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് അതിന്റെ സൈൻ മാറും. -10 എന്ത് വരും? +10 ആയി മാറും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി 2x ഈസ് ഈക്വൽ ടു ഇത് രണ്ടും ആഡ് ചെയ്യുക. 100 + 10 110. ക്ലിയർ ആയല്ലോ? ഇനി x കണ്ടുപിടിക്കാലോ. x ഈക്വൽ ടു എന്താ? 110. 2 × x ആണ് ഇത്. ഇതെന്താണ്? ഇത് 2 × x ആണ് അല്ലേ? 2 × x ആണ് ഇത്. അപ്പൊ 2x 2 × x എന്ന് പറയുമ്പോൾ എന്ത്? 2 മൾട്ടിപ്ലിക്കേഷൻ x 2 × x. അപ്പൊ ഈ 2 ഇവിടെ വരുമ്പോൾ എന്താവും? ഈക്വലിന് വലതുഭാഗത്തേക്ക് കൊണ്ടുപോയി വലതുഭാഗത്തോ ഇടതുഭാഗത്തോ എങ്ങനെയും നമ്മൾ കോൾ ചെയ്യുമ്പോൾ എന്ത് ആകും? അത് ഡിവിഷൻ ആകും. എന്താകും? ഡിവിഷൻ ആകും. ഡിവിഷൻ 2. ഓക്കെ, എന്താകും? ഡിവിഷൻ 2 ആവും. ഇനി 110/2 ഡിവൈഡ് ചെയ്ത് നോക്ക്. എത്രയാ? x ഈക്വൽ ടു പറ എത്രയാ? 55. ഇപ്പൊ x കിട്ടി ആണല്ലോ. x കിട്ടി. ഇനി x കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? y കണ്ടുപിടിച്ചൂടെ? y എന്ന് പറഞ്ഞാൽ x-നോട് 10 കുറച്ചാലാണ് y എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? x-നോട് 10 കുറച്ചാലാണ് y എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ x -10. ഓക്കെ, x എത്ര നമ്മൾ കണ്ടുപിടിച്ചേ? 55 - 10 ഈക്വൽ ടു 55 - 10 ഈക്വൽ ടു 45. ക്ലിയർ ആയോ? അപ്പം എന്താ ആൻസർ? ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ബ്ലാക്ക്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് ഉള്ളേ? അപ്പോൾ ആൻസർ എന്താ? ബ്ലാക്ക് ബീഡ്സ് ഈക്വൽ ടു ബ്ലാക്ക് ബീഡ്സ് ഈക്വൽ ടു ബ്ലാക്ക് എത്രയാണ്? ബ്ലാക്ക് എക്സൈൽ നമ്മൾ എടുത്തേ എത്രയാ? 55. 55. ഇനി വൈറ്റ് ബീഡ്സോ? വൈറ്റ് ബീഡ്സ് ഈക്വൽ ടു വൈറ്റ് ബീഡ്സ് 45. ക്ലിയർ ആയില്ലേ? ഒന്നും കൂടി പറയാം. നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? എത്ര കറുപ്പ് മുത്തുകളുണ്ട് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ ബ്ലാക്ക് നമ്പർ എത്രയാണെന്ന് അറിയില്ല, ബ്ലാക്ക് മുത്തുകളുടെ നമ്പർ എത്രയാണെന്ന് അറിയില്ല, വൈറ്റ് മുത്തുകളുടെ നമ്പർ എത്രയാണെന്ന് അറിയില്ല. അതുകൊണ്ട് x ആയിട്ട് എടുക്കുന്നു. പിന്നെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്ത്? x-നേക്കാൾ 10 കുറവാണ് വൈറ്റ്. അതായത് വൈറ്റിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് എടുത്തു? നമ്പർ ഓഫ് വൈറ്റ് ഈക്വൽ ടു n. ഇനി ടോട്ടൽ രണ്ടും കൂടി ടോട്ടൽ 100 തന്നിട്ടുണ്ട് അല്ലേ? രണ്ടും കൂടി ടോട്ടൽ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഈക്വൽ ടു 100. ഞാൻ ഇക്വേഷൻ ഫോം ചെയ്തു. x + x - 10 ഈക്വൽ ടു 100. ദെൻ x + x രണ്ടും ഒരേ വേരിയബിൾ ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. എന്താ? 2x - 10 അതേപോലെ എഴുതാം ഈക്വൽ ടു 100. ഇനി വേരിയബിൾ ഉള്ളതിനെ LHSലേക്ക് നമ്മൾ ഇടതു ഭാഗത്ത് വെക്കുക. ഈക്വലിന്റെ ഇടതു ഭാഗത്ത് വേരിയബിൾ ഉള്ളതിനെ വെക്കുക. വേരിയബിൾ ഉള്ളത് ഏതാണ്? 2x ആണ് എന്നതാണ്. 2x ഈക്വൽ ടു എന്ത് ചെയ്തു? 100. പിന്നെ ഈക്വൽ കഴിഞ്ഞ ശേഷം RHSലേക്ക് വലതു ഭാഗത്ത് എന്താ ഉള്ളത്? 100. 100 - 10 ഈക്വലിന് വലതു ഭാഗത്ത് വരുമ്പോൾ എന്താ? +10 ആയി മാറി. സൈൻ മാറും കേട്ടോ. അത് ഇത് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. 100 + 10 2x ഈക്വൽ ടു 110 and x ഈക്വൽ ടു 110/2. എങ്ങനെയാ ബൈ 2 വന്നത്? ഇവിടെ 2 × x ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2 × x ആണ്. അപ്പോൾ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഈക്വലിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ എന്താവും?
ഡിവിഷൻ ആവും, ഡിവൈഡ് ആകും. ഓക്കെ, ദെൻ എക്സ് ഈക്വൽ ടു 55. എക്സ് എന്നത് നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ്. ഓക്കെ, 55. ഇനി വൈറ്റ് ബീഡ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? വൈറ്റ് ബീഡ്സ് നമ്മൾ എടുത്തിട്ട് എന്നാ ബ്ലാക്കിനേക്കാൾ 10 കുറവാണ് വൈറ്റ് ബീഡ്സ്. അപ്പൊ എക്സ് മൈനസ് 10 അല്ലെ, 55 മൈനസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 45. ബ്ലാക്ക് ബീഡ്സ് ഈസ് ഈക്വൽ ടു 55, വൈറ്റ് ബീഡ്സ് ഈക്വൽ ടു 45. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഇത് പഠിക്കേണ്ടത് ഈ രീതിയിലല്ല. ഏത് രീതിയിൽ നമ്മൾ പഠിക്കേണ്ടത്? നമ്മൾ ഇക്വേഷൻ രീതിയിലാണ്, പെയർ ഓഫ് ഇക്വേഷൻ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ആ രീതിയിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? എന്താ? നമ്പർ ഓഫ് ബ്ലാക്കിനെ എക്സ് ആയിട്ട് എടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ സെക്കൻഡ് മെത്തേഡാണ് ഇത്. രണ്ടാമത്തെ രീതി ഇക്വേഷൻ രീതിയിൽ എങ്ങനെയാ? നമ്പർ ഓഫ് ബ്ലാക്ക് ഈക്വൽ അല്ല എക്സ്. നമ്പർ ഓഫ് ബ്ലാക്കിനെ എക്സ് ആയി എടുക്കുന്നു. പിന്നെ നമ്പർ ഓഫ് വൈറ്റിനെ വൈ ആയി എടുക്കുന്നു. ഓക്കെ, പിന്നെ എന്താ ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ എന്താണ്? ബ്ലാക്കും വൈറ്റും കൂടി ചേർന്നതാണ് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈക്വൽ ടു 100. ബ്ലാക്കും വൈറ്റും കൂടി ചേർന്നതാണ് 100 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 100 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇത് ഫസ്റ്റ് ഇക്വേഷൻ ഫോം ചെയ്തു നമ്മൾ ഇവിടെ. അപ്പൊ ഇതെന്താ? ഫസ്റ്റ് ഇക്വേഷൻ. ദെൻ ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞത്? എക്സ് ബ്ലാക്ക് എന്നത് എന്ത് പറഞ്ഞിട്ടുണ്ട്? വൈറ്റിനോട് 10 ആഡ് ചെയ്തതാണ് അല്ലെ? വൈറ്റിനേക്കാൾ 10 കുറവാണ് അല്ലെ? വൈറ്റിനോട് 10 ആഡ് ചെയ്ത് വൈറ്റിനേക്കാൾ 10 കൂടുതലാണ് ബ്ലാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 10 എഴുതാം. ഓക്കെ, ഇനി എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 10 എന്നതിന് നമുക്ക് എന്ത് വേരിയബിളിന് ഈക്വൽ ടു 10 ഇതേ രീതിയിൽ എഴുതണം അല്ലെ? എക്സ് പ്ലസ് വൈ എന്നതിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. എന്നാലേ നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാം? എക്സ് ക്ലിയർ ആയിനാ? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100. അത് ഫസ്റ്റ് ഇക്വേഷൻ. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇക്വേഷന് ഫസ്റ്റ് ഇക്വേഷൻ ഫോം ചെയ്തു. ഇനി സെക്കൻഡ് ഇക്വേഷൻ എക്സ് എന്നത് അതായത് ബ്ലാക്ക് ബീഡ്സ് എന്നത് എന്താണ്? വൈ പ്ലസ് 10 ആണ്. വൈ പ്ലസ് 10 എന്ന് പറയുമ്പോൾ വൈനോട് 10 ആഡ് ചെയ്തതാണ് എക്സ്. വൈനേക്കാൾ 10 കൂടുതലാണ് എക്സ്. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷന്റെ രൂപത്തിൽ LHS RHSലേക്ക് നമ്പർ വരുന്ന വിധത്തിൽ നമുക്ക് മാറ്റി എഴുതണം. എങ്ങനെ എഴുതുക? എക്സ് അതേപോലെ എഴുതുക. എന്നിട്ട് വൈനെ നമുക്ക് ഈക്വലിന് ഇപ്പുറം കൊണ്ടുവരാം. അപ്പൊ എന്ത് ചെയ്യും? കാരണം ഇത് പ്ലസ് വൈ ആണ് അല്ലെ? അപ്പൊ ഇത് ഈക്വലിന് ഇപ്പുറം കൊണ്ടുവരുമ്പോൾ മൈനസ് വൈ ആവും. ദെൻ ഇനി എന്താ? ഈക്വൽ എന്താ? ബാക്കിയത്തെ നമ്പർ ബാക്കിയതല്ലേ? 10. ദിസ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. ക്ലിയർ ആയോ? ഇത്ര വരെ ക്ലിയർ ആയില്ലേ? ഇനി ഈ ഇക്വേഷനെ രണ്ട് ഇക്വേഷനും ഒരുമിച്ച് എടുത്തെഴുതുന്നു. ഓക്കെ, എക്സ് പ്ലസ് വൈ എന്തൊക്കെയാ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 100. ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 10. ദിസ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സോൾവ് ചെയ്യണം അല്ലെ? എങ്ങനെ സോൾവ് ചെയ്യാം? നോക്കിക്കോ. ഇതിനെ സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യാം? നോക്കി, ഏതെങ്കിലും ഒരു എക്സ് ഓർ വൈ ആണ് നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സിൽ നിന്ന് ഏതെങ്കിലും ഒരു വേരിയബിളിനെ നമുക്ക് ക്യാൻസൽ ചെയ്യണം. ഇപ്പൊ ഇവിടെ നോക്ക്, വൈ എന്നതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. വൈ ഒന്ന് പ്ലസ് വൈ ആണ്, ഒന്ന് മൈനസ് വൈ ആണ് അല്ലെ? പ്ലസ് വൈ ആണ്, മൈനസ് വൈ ആണ്. അപ്പൊ ഈ പ്ലസ് വൈ മൈനസ് വൈ നമുക്ക് ക്യാൻസൽ ചെയ്യണം. അപ്പൊ ഒന്നിക്ക് ആഡ് അല്ലെങ്കിൽ സബ്ട്രാക്ട്, കൂട്ടണം അല്ലെങ്കിൽ കുറക്കണം. രണ്ട് ഇക്വേഷൻ ഒന്നിക്ക് കൂട്ടുക അല്ലെങ്കിൽ കുറക്കുക. ഇവിടെ നോക്ക്, ഇവിടെ ചെയ്യേണ്ടത് ആഡ് ആണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷനോട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? എക്സ് പ്ലസ് എക്സ് 2x, വൈ മൈനസ് വൈ ക്യാൻസൽ ആയി അല്ലെ? ഇത് ക്യാൻസൽ ആയില്ലേ? ഇത് രണ്ടും ക്യാൻസൽ ആയി. ഓക്കെ, 2x മാത്രം ബാക്കി. ഇനി ഈക്വൽ ടു എന്താ? 100 പ്ലസ് 10 110. ഇനി കണ്ടുപിടിക്കാലോ നമുക്ക്. 2x ഈക്വൽ ടു 110, then x ഈക്വൽ ടു 110 by 2 that is equal to എന്ത് കിട്ടിയ? നേരത്തെ കിട്ടിയ ആൻസർ തന്നെ കിട്ടിയേ. x ഈക്വൽ ടു 55. ക്ലിയർ ആയോ? x ഈക്വൽ ടു 55. ഇനി x 55 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? y കണ്ടുപിടിക്കാലോ. y എങ്ങനെ കണ്ടുപിടിക്കാം? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ കൊടുത്താൽ മതി അല്ലെ? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ കൊടുത്താൽ മതി. എക്സിന്റെ വാല്യൂ എത്രയാ?
55. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ അതേപോലെ എടുത്ത് എഴുതുന്നു. ഫസ്റ്റ് ഇക്വേഷൻ എടുത്ത് എഴുതുന്നു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 100. അപ്പോൾ എക്സിന്റെ വാല്യൂ 55. 55 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100. ദെൻ വൈ ഈസ് ഈക്വൽ ടു 100. 55 ഈക്വൽ ഇപ്പുറം വരുമ്പോൾ എന്താവും? പ്ലസ് 55 അത് മൈനസ് 55. ദെൻ കാൽക്കുലേറ്റ് ചെയ്യുക. y ഈസ് ഈക്വൽ ടു എന്താ വന്നേ? y ഈസ് ഈക്വൽ ടു 45. ക്ലിയർ ആയാ? ഒന്നും കൂടി പറയണ? ഒന്നും കൂടി പറയാം. രണ്ടാമത്തെ മെത്തേഡ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എക്സ് എന്ന വേരിയബിൾ ആയി എടുത്തു. നമ്പർ ഓഫ് വൈറ്റ് വൈ എന്ന വേരിയബിൾ എടുക്കണം കേട്ടോ. വൈ എന്ന വേരിയബിൾ ആയി എടുത്തു അല്ലെ. നമ്പർ ഓഫ് ബ്ലാക്കിനെ എക്സ് എന്ന വേരിയബിളും നമ്പർ ഓഫ് വൈറ്റിനെ വൈ എന്ന വേരിയബിൾ ആയി എടുത്തു. ദെൻ ഇക്വേഷൻ ഫോം ചെയ്തു. ഇക്വേഷൻ എന്താ? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു അല്ലെ. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100. അതാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ. ദെൻ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 10. എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 10. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ? എക്സ് എന്നത് വൈനേക്കാൾ 10 കൂടുതലാണ്, അതുകൊണ്ടാണ് വൈ പ്ലസ് 10 എന്ന് പറഞ്ഞ് എഴുതിയത്. ഇനി നോക്ക്, ആ ഇക്വേഷനെ നമ്മൾ ചേഞ്ച് ആക്കിയത് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 10. എങ്ങനെ എഴുതിയത്? ഈ എക്സിനെ ഈ എക്സ് ആൻഡ് വൈ ഇല്ലേ, വൈ എന്നതിനെ നമ്മൾ ഈക്വലിന് ഈ സൈഡിലേക്ക് LHSലേക്ക് കൊണ്ടുവന്നു. വൈ എന്നതിനെ LHS സൈഡിലേക്ക് ഇടത് ഭാഗത്ത് ഈക്വലിന്റെ ഇടത് ഭാഗത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ വൈ എന്താകും? പ്ലസ് വൈ ആണ് ഇതെന്താവും? മൈനസ് വൈ ആയി. അപ്പോൾ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 10. അതേപോലെ തന്നെ എഴുതി. ഓക്കെ. ഇനി ഇത് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 10 എന്നത് സെക്കൻഡ് ഇക്വേഷൻ. ഇനി രണ്ട് ഇക്വേഷനും ഒരുമിച്ച് എടുത്തെഴുതുന്നു. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100 ഫസ്റ്റ് ഇക്വേഷൻ, എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ് ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷന് സോൾവ് ചെയ്യുക. എങ്ങനെ സോൾവ് ചെയ്യുക? ഒന്നിക്ക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ചെയ്തത് എന്താ? ഇവിടെ ചെയ്തത് ആഡ് ആണ് അല്ലേ? എന്തുകൊണ്ട് ആഡ് ആക്കിയേ? ഇവിടെ വരുന്നത് പ്ലസ് മൈനസ് ആണ്. വൈനെ ക്യാൻസൽ ആക്കാൻ വേണ്ടി ഡിഫറെന്റ് സൈനാണ് വരുന്നത്, പ്ലസ് മൈനസ് എന്ന്. അതുകൊണ്ട് നമ്മൾ ഇക്വേഷനെ ആഡ് ചെയ്തു. രണ്ട് ഇക്വേഷനും കൂട്ടി എഴുതി. ഓക്കെ. 1 + 2 ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ. അങ്ങനെ ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ എന്തായി? എക്സ് പ്ലസ് എക്സ് 2x. ഓക്കെ. ഈക്വൽ ടു 100 പ്ലസ് 10 110. ഓക്കെ. Then therefore x equal to എന്താ? 110/2. 110/2 എന്ന് പറയുമ്പോൾ എന്താ? എങ്ങനെ by 2 എന്ന് വന്നത്? ഡിവിഷൻ വന്നത് എങ്ങനെയാ? ഇവിടെ 2x ആണ്, 2 into x ആണ്. അപ്പോൾ ഇൻറ്റു എന്നത് ഈക്വലിന് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ എന്തായും? ഡിവിഷൻ 2 ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 55. ആൻസർ 55. x 55 കിട്ടി. ഇനി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100 എന്ന് എക്സ് കിട്ടി 55 എന്നല്ലേ? അപ്പൊ നമ്മൾ എന്ത് കാണണം? വൈ കാണണം. എക്സ് കാണാനേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ എന്ത് നമ്മൾ വൈയും കണ്ടുപിടിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100 ഫസ്റ്റ് ഇക്വേഷൻ അതേപോലെ എടുത്ത് എഴുതി. ആ ഇതിലേക്ക് എക്സിന്റെ വാല്യൂ, ഇവിടെ എക്സിന്റെ വാല്യൂ എന്ന് കൊടുത്തു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ. x plus y, x 55 plus y is equal to 100. Then y is equal to 100. RHSൽ അതേപോലെ തന്നെ, അതൊന്നും സൈൻ മാറ്റാൻ പാടില്ല കേട്ടോ. 100 ഏതിനെ കോൾ ചെയ്യുന്നതിന് മാത്രം, നമ്മൾ അപ്പുറം ഇപ്പുറം കോൾ ചെയ്തതിന് മാത്രം സൈൻ മാറ്റുക. എന്ത്? 55 എന്നത് പ്ലസ് ആണ്, പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് ഈക്വലിന് ഇപ്പുറം വരുമ്പോൾ എന്തായി?
നെഗറ്റീവ് ആയി. നെഗറ്റീവ് 55. Okay. Then y is equal to, therefore y is equal to 100 minus 55, 45. So number of black is equal to, and answer എഴുതി കൊടുക്കണം കേട്ടോ. എക്സും വൈയും കണ്ടുപിടിച്ചില്ലേ? number of black is equal to number of black is equal to എത്രയാ? 55. number of white is equal to 45. ക്ലിയർ ആയില്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രിയ 1100 രൂപ കൊടുത്ത് ബാഗും ചെരുപ്പും വാങ്ങി. ഓക്കെ. ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. ചെരുപ്പിന്റെ വില എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. ചെരുപ്പിന്റെ വില എന്താണ്? പ്രിയ bought a bag and a pair of slippers for 1100 rupees. The bag cost 300 rupees more than the slippers. What is the price of the slippers? നേരത്തെ ചെയ്ത അതേ രീതി നമുക്ക് ചെയ്തൂടെ? എന്താ ഫസ്റ്റ്? നമുക്ക് ബാഗിന്റെ പ്രൈസ് അറിയില്ല, ഒരു സ്ലിപ്പറിന്റെ പൈസ നമുക്ക് അറിയില്ല. അറിയാത്തത് കൊണ്ട് എന്ത് നമ്മൾ എടുക്കുന്നു? എക്സ് വൈ എന്ന വേരിയബിളായി എടുക്കുന്നു. പ്രൈസ് ഓഫ് എ ബാഗ് എന്താ എടുക്കുന്നു? എക്സ് ആയി എടുക്കുന്നു. ദെൻ പ്രൈസ് ഓഫ് എ സ്ലിപ്പറിനെ എന്തായി എടുക്കുന്നു? വൈ ആയി എടുക്കുന്നു. വൈ. പ്രൈസ് ഓഫ് എ ബാഗ് എക്സ്, പ്രൈസ് ഓഫ് എ സ്ലിപ്പർ വൈ എന്ന വേരിയബിൾ ആയി എടുക്കുന്നു. ഇനി ഇക്വേഷൻ ഫോം ചെയ്യാലോ. ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാം? ബാഗും ചെരുപ്പും കൂടി എത്ര പൈസയാന്ന് പറഞ്ഞേ? ആയേ ബാഗ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1100. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി നമുക്ക്. ഓക്കെ. ഇനി 300 രൂപ എന്ത് പറഞ്ഞിട്ടുണ്ട്? കൂടുതലാണ്. ഏതിനേക്ക്? ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. അപ്പൊ എന്തായിരിക്കും? ഡിഫറൻസ് അല്ലേ? എക്സ് മൈനസ് വൈ ഈക്വൽ ടു എന്താ? 300. 300. സെക്കൻഡ് ഇക്വേഷൻ കിട്ടിയല്ലോ. ഇക്വേഷൻ ഫോം ചെയ്ത് നിങ്ങൾ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. 2 ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യാം? ഈ 2 ഇക്വേഷനെ എങ്ങനെ സോൾവ് ചെയ്യാം? നേരത്തെ പറഞ്ഞു തന്നിട്ടില്ലേ? നോക്ക്. ഏതെങ്കിലും ഒരു വേരിയബിളിനെ നമുക്ക് ക്യാൻസൽ ആക്കണം അല്ലേ? എന്നാലേ നമുക്ക് എക്സ് കിട്ടും, എക്സ് ഓർ വൈ കിട്ടും. ഏതെങ്കിലും ഒരു വേരിയബിളിനെ നമുക്ക് ക്യാൻസൽ ആക്കണം. അപ്പോൾ എക്സ് ഓർ വൈ കിട്ടും. അപ്പൊ ഇവിടെ വൈ ക്യാൻസൽ ആക്കാം. വൈ പ്ലസ് വൈ ആണ്, ഒന്ന് മൈനസ് വൈ ആണ്. അപ്പൊ അതായത് നമുക്ക് ക്യാൻസൽ ആക്കാം. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇക്വേഷന് ആഡ് സെക്കൻഡ് ഇക്വേഷൻ. ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരിക എന്താന്ന് വെച്ചാല്, ഇത് ആഡാ ചെയ്യേണ്ടത് സബ്ട്രാക്റ്റാ ചെയ്യേണ്ടത്, കുറയ്ക്കേണ്ടത് കൂട്ടേണ്ടത്? ഇവിടെ നോക്കിയാൽ മതി. കുറക്കേണ്ടി വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഇവിടെ പ്ലസ് മൈനസ് എന്ന സൈൻ വരുന്നുണ്ടെങ്കിൽ അഡീഷൻ. ഓക്കെ. പ്ലസ് മൈനസ് എന്ന സൈൻ നമ്മൾ ഏതാണോ ക്യാൻസൽ ചെയ്യുന്നത് അതാ നോക്കേണ്ടത്. പ്ലസ് മൈനസ് എന്ന സൈൻ വരുന്നുണ്ടെങ്കിൽ 2 ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ. ക്ലിയർ അല്ലേ? എൻ്റെ ഡൗട്ട് വരില്ലല്ലോ ആഡ് ആണോ സബ്ട്രാക്ട് ആണോ എന്ന്. ഓക്കെ. ഇനി ഇത് ക്യാൻസലായി അല്ലേ? ഏത് ക്യാൻസലായി? വൈ ക്യാൻസലായല്ലോ. വൈ ക്യാൻസലായി. ആഡ് ചെയ്യുമ്പോൾ പോയില്ലേ? പ്ലസ് മൈനസ് പോയി. ഇനി ഏത്? എക്സ് പ്ലസ് എക്സ്. എക്സ് പ്ലസ് എക്സ്
2x. Okay. X plus x 2x equal to 1100 plus 300 1400. Okay. 1400. Therefore x equal to 1400 by 2 by 2. Okay. 1400 by 2 എത്രയാ? ആൻസർ എത്രയാ? ഈ ആൻസർ എത്രയാ? ഈക്വൽ ടു 2 7s are 14 700. ഓക്കെ. എക്സ് 700 കിട്ടി. എക്സ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? y കണ്ടുപിടിക്കാലോ. എങ്ങനെ? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക. ഇപ്പൊ ഞാൻ ഈ ഇക്വേഷനിൽ ഫസ്റ്റ് ഇക്വേഷനിൽ എന്ത് കൊടുക്കുന്നു? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സിന്റെ വാല്യൂ കൊടുക്കുന്നു. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? ഇവിടെ വരുന്നത് എന്താണ്? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1100. Then x 700 plus y is equal to 1100. Then y is equal to 1100 പ്ലസ് മൈനസ് ആവും അല്ലെ? ഈക്വലിന് ഇപ്പുറം കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മൈനസ് ആവും. മൈനസ് 700. 1100 മൈനസ് 700 എത്രയാ? എത്രയാ വരുന്നേ? 1100 മൈനസ് 700 ഈക്വൽ ടു എത്രയാ? 400. Therefore ക്വസ്റ്റ്യൻ എന്താ? അപ്പൊ എക്സും വൈയും കണ്ടുപിടിച്ചില്ലേ? അതിനപ്പോ പ്രൈസ് ഓഫ് എ ബാഗ് ഈക്വൽ ടു, അപ്പൊ പ്രൈസ് ഓഫ് എ ബാഗ് ഈക്വൽ ടു ബാഗിന്റെ വില എത്രയാ? ബാഗ് നമ്മൾ ഏതായിട്ട് എടുത്തേ? എക്സ് എന്താ? 700. Then price of a slipper equal to price of a slipper is equal to എത്രയാ കണ്ടുപിടിച്ചത്? 400. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66 രൂപയാണ് വില. 7 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 111 രൂപയാണ് എങ്കിൽ പെൻസിലിന്റെ വില എത്രയാണ്? പെൻസിലിന്റെ വില എത്രയാണ്? 4 പേനയ്ക്കും 3 പെൻസിലിനും 66 രൂപ. 7 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 111 രൂപ എങ്കിൽ പെൻസിലിന്റെ വില എത്ര? The price of 4 pen and 3 pencil is 66 rupees. The price of 7 pens and 3 pencil is 111 rupees. What is the price of a pencil? അപ്പൊ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണേ. എങ്ങനെ സോൾവ് ചെയ്യാം? പ്രൈസ് ഓഫ് എ പെൻ ഈക്വൽ ടു പെൻ എക്സ് എടുക്കുക. പ്രൈസ് ഓഫ് എ പെൻസിൽ എന്താ എടുക്കുക? വൈ ആയി എടുക്കുക. എക്സ് വൈ ആയിട്ട് എടുത്തല്ലോ. therefore ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്തൂടെ? എങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്യാം? എത്ര പെൻസിലാന്ന് പറഞ്ഞത്? 4. എത്ര പെന്നാന്ന് പറഞ്ഞേ? 4 പെൻ 4x പ്ലസ് എത്ര പെൻസിലാന്ന് പറഞ്ഞത്? 3
പെൻസിൽ. അപ്പൊ എന്താ 3y ഈസ് ഈക്വൽ ടു എത്ര രൂപയായി? 66. ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ. ദെൻ സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ? ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയ സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? എത്ര പെന്ന്? 7x പ്ലസ് 3 പെൻസിൽ 3y ഈസ് ഈക്വൽ ടു എത്ര രൂപയെന്ന് പറഞ്ഞു? 111 111 രൂപ. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാം? പറഞ്ഞേ. നേരത്തെ സോൾവ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ? ചെറിയ ഡൗട്ട് വന്നിരിക്കും അല്ലേ? എന്താ ഡൗട്ട് വന്നേ? ഇവിടെ 4x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 66 ഫസ്റ്റ് ഇക്വേഷൻ. 7x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 111 ഫസ്റ്റ്. സെക്കൻഡ്. ഒരേ സൈനാണ് ഇവിടെ വന്നത്. ഏതെങ്കിലും ഒരു വേരിയബിളിനെ നമുക്ക് ക്യാൻസൽ ആക്കണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ ഏത് വേരിയബിളിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? അല്ല, ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇതില് 3y ഉണ്ട് അല്ലെ? അപ്പൊ പോസിറ്റീവ് ആണ്, പ്ലസ് സൈൻ ആണ്. അപ്പൊ നമ്മൾ എന്തായിരിക്കണം? എങ്ങനെയാ കാൽക്കുലേഷൻ ചെയ്യണ്ടേ? ആഡ് ആണോ സബ്ട്രാക്ട് ആണോ? സബ്ട്രാക്ട് അല്ലെ? സബ്ട്രാക്ട് ആണ് ചെയ്യേണ്ടത്. കുറച്ചാൽ മാത്രമേ ഇത് ക്യാൻസൽ ആവൂ അല്ലെ? കുറച്ചാൽ മാത്രമല്ലേ നമുക്ക് ഇത് ക്യാൻസൽ ആവുള്ളൂ അല്ലേ? 3y ഈ 3yയും ആഡ് ചെയ്താൽ 6y കിട്ടും. ഇത് കുറച്ചാൽ മാത്രമേ ഇത് ക്യാൻസൽ ആയി പോവുള്ളൂ. ഇത് കുറക്കാൻ വേണ്ടി ക്യാൻസൽ ആകാൻ പറ്റുമോ? കൂട്ടിയാലും കുറച്ചാൽ നമുക്ക് ക്യാൻസൽ ആക്കാൻ പറ്റില്ല. എക്സിനെ വൈനെ നമുക്ക് കുറച്ചാൽ ക്യാൻസൽ ആക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനെ, ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യണം? കുറയ്ക്കണം. എങ്ങനെ കുറക്കണം എന്ന് നോക്കിയേ. വലുതിൽ നിന്ന് ചെറുത് കുറക്കണം. ഇതാണല്ലോ വലുത് അല്ലേ? ഇതാണ് വലുത്. ഈ ഇക്വേഷൻ ആണ് വലുത്. വലുതിൽ നിന്ന് ചെറുത് കുറക്കണം. അപ്പൊ ഈ വലുത് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? 2ൽ നിന്ന് 1 കുറക്കണം, സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ. സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ 7 4 മൈനസ് ചെയ്താല് 7 4 മൈനസ് ചെയ്താൽ എന്താ? 3x. ഇതെന്തായി? ഇത് ക്യാൻസൽ ആയി അല്ലേ? ഇനി 111 66 മൈനസ് ചെയ്താൽ എത്രയാ? വേഗം പറ. എത്രയാ? 45. ദെൻ ഇനി എക്സ് കണ്ടുപിടിക്കുക. എന്താ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് ഈക്വൽ ടു 45/3. നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ലേ? 45/3 അല്ലേ? ഇൻറ്റു ഇവിടെ വരുമ്പോൾ ഡിവിഷൻ ആയി. ഈസ് ഈക്വൽ ടു എത്രയാ? 45/3 15. അപ്പൊ എക്സ് എന്ത് കിട്ടി? 50 എന്ന് കിട്ടി. ക്ലിയർ ആയോ? എക്സ് കണ്ടുപിടിച്ച് ക്ലിയർ ആയില്ലേ? ഒന്നുകൂടി പറയാ. ഇവിടെ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ രണ്ട് ഇക്വേഷൻ ആദ്യം നമ്മൾ എക്സ് ആൻഡ് വൈ എക്സ് എന്ന വേരിയബിളായി വൈ എന്ന വേരിയബിളായി എടുത്തു. എന്നിട്ട് ഇക്വേഷൻ ഫോം ചെയ്തു. ഇക്വേഷൻ ഫോമിൽ ഇവിടെ എന്ത് ചെയ്ത്? നേരത്തെ പോലെ അഡീഷൻ അല്ല വന്നത്, സബ്ട്രാക്റ്റഡ് ആ വന്നത്. എങ്ങനെ സബ്ട്രാക്റ്റഡ് വന്നത്? എന്തുകൊണ്ടാ? ഒരേ സൈൻ ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്തു. 3x ഈസ് ഈക്വൽ ടു 45 കിട്ടി. ദെൻ എക്സ് ഈക്വൽ ടു 45/3 ഈസ് ഈക്വൽ ടു 15 കിട്ടി. അപ്പൊ എക്സ് 15 കിട്ടിയാൽ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? 4x പ്ലസ് 3y ഈക്വൽ ടു 66. അതില് എക്സിന്റെ വാല്യൂ കൊടുക്കുന്നു. 4 × 15 പ്ലസ് 3y ഈസ് ഈക്വൽ ടു 66. Then 4 × 15. 4 15s are 60. Okay, good. Plus 3y is equal to 66. Okay. ഇനി 3y LHSൽ വെക്കുക. ഇടത് ഭാഗത്ത് വെക്കുക. വലത് ഭാഗത്ത് എന്താണോ ഉള്ളത് അത് അതേപോലെ എഴുതുക. 66. ഇതിനെ എന്ത് ചെയ്യാം?
വലതുഭാഗത്തേക്ക് കൊണ്ടുവരിക. 60 എന്നതിനെ നമ്പറിനെ വലതുഭാഗത്തേക്ക് കൊണ്ടുവരിക. എങ്ങനെ കോൾ ചെയ്യാൻ നേരം +60 ആണ് ഇത്, +60 ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ത് വരും? -16 വരും അല്ലേ? -16 വരും. ഓക്കെ. Then 3y is equal to 66 minus 60 എന്താ 6. Then y is equal to 6/3. 6/3 എന്ന് പറയുമ്പോൾ is equal to 2. ഓക്കെ. 2 3s are 6. ക്ലിയർ ആയില്ലേ? അപ്പോൾ പ്രൈസ് ഓഫ് എ പെൻ ഈസ് ഈക്വൽ ടു എന്താ പെൻസിൽ ആണല്ലേ? പെൻസിൽ മീൻസ് നമ്മൾ y. പെൻസിലിന് എത്രയാ? റുപ്പീസ് എത്രയാ? 2 റുപ്പീസ് ആണ് പെൻസിലിന്റെ വില. അപ്പൊ അതേപോലെ എഴുതുക. പ്രൈസ് ഓഫ് എ ഇത് മസ്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് അത് അതേപോലെ എഴുതണേ. പ്രൈസ് ഓഫ് എ പെൻസിൽ ഈസ് ഈക്വൽ ടു